ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ അന്ന് വലയിട്ടൊരു മീൻ പിടിച്ചത് കാണിച്ചിട്ടില്ലായിരുന്നോ? ആ മീൻ നമ്മൾ കറി വെച്ചതാണ് ഇത്. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ കറി വെച്ചിരിക്കുന്നത്, ഒരു സ്പെഷ്യലായിട്ട്. അപ്പോൾ ആ കറി എങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങളെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ എല്ലാവരും കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. മീനെല്ലാം വെട്ടിക്കഴുകി ഇതേ വരഞ്ഞു കൊണ്ട് വെച്ചിരിക്കുവാണേ. ഈ പ്ലേറ്റിനകത്ത് വെച്ചിട്ട് കണ്ടോ, പ്ലേറ്റ് അങ്ങ് നിറഞ്ഞിരിക്കുക. കണ്ടോ, പ്ലേറ്റ് നിറഞ്ഞിരിക്കുന്നത്രയും വലിപ്പമുണ്ട് ഈ മീനിന്. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അത്രയുമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അതാണ് ഞാൻ ഈ പാത്രത്തിലിട്ട് നിങ്ങളെ കാണിച്ചു തന്നത്. ദേ കണ്ടോ, ഈ പ്ലേറ്റിൻ്റെ ഇത്രയും നിറഞ്ഞിരിക്കുക, ബാക്കി ഇത്രയേ ഉള്ളൂ സ്പേസ് ആകപ്പാട്. ഞാനല്ലേ വലിയ മീനാന്ന് പറഞ്ഞില്ലേ, നന്നായിട്ട് വലുതായി വിളഞ്ഞ് വന്നിട്ടുള്ള സിലോപ്പിയാണേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ മസാലയൊക്കെ പുരട്ടാം. അതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ ഇത്രയും കുരുമുളക് ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ്, അതിനകത്തേക്ക് ഇടുവാണ്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി കേട്ടോ ചതച്ചെടുത്തത്. അതുപോലെ 2-3 കഷ്ണം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുക്കാം. ഞാൻ അതിൻ്റെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് പുരട്ടായത് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ അകത്തോട്ടൊക്കെ കയറ്റി നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചാണ് വരഞ്ഞിരിക്കുന്നത്. അപ്പോൾ അകത്തോട്ടൊക്കെ ചെല്ലുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കുക. ഇതിനകത്തോട്ടൊക്കെ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് കയറ്റി കൊടുക്കാവേ. ഇത് മൂത്ത് കിട്ടാനൊരു സ്വല്പം പ്രയാസമാണ്. നന്നായിട്ടൊന്ന് ഒത്തിരി മൂപ്പിച്ചല്ല, എന്നാലും അകത്തോട്ട് ഇതൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അകത്തോട്ടൊക്കെ ഇതൊന്ന് പിടിക്കണമെങ്കിൽ ഒരു 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതൊക്കെ ഒന്ന് പിടിച്ച് വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളുണ്ടാക്കാം. റെഡിയാക്കണ്ടേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. ഇതുകൊണ്ട് 2-3 ഇങ്ങനെ കുത്തിട്ട് കൊടുക്കാവേ. എന്താണെന്നറിയോ, ഭയങ്കര ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുത്തിടുവാണെങ്കിൽ ആ ദശയ്ക്കകത്തോട്ട് അകത്തു നിന്നുള്ള മുളകൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനകത്തൊക്കെ ഫോർക്ക് കൊണ്ട് കുത്തി നന്നായിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ചെറിയ ചെറിയ ദ്വാരം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് പുരട്ടുമ്പം അകത്തു നിന്നുള്ള എരിവൊക്കെ അകത്തിങ്ങനെ പിടിച്ചോളും കയറി. അപ്പോൾ ഇത് നമ്മൾ എല്ലാം മുളകൊക്കെ തേച്ച് നമ്മൾ മീനിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻ നമ്മൾ മസാലയെല്ലാം പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുവാണല്ലോ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തേ. എന്താണെന്നറിയാമോ, ചെറിയ ഉള്ളിയാണ്. ഒരു 5-8 ചെറിയ ഉള്ളി എടുത്ത്, കുഞ്ഞു ചെറിയ ഉള്ളിയായിരുന്നു, അതെടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി അതൊന്ന് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 തണ്ട് കരിവേപ്പില, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, അതിനൊക്കെ ഒരു 8 പച്ചമുളക് അരിഞ്ഞെടുത്തത്. ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു തക്കാളി കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് വഴറ്റിയെടുക്കണേ. അതുപോലെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ മുറി തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് തേങ്ങാപ്പാൽ എടുക്കണം. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കണേ. അപ്പോൾ നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കാം, പാൽ പിഴിഞ്ഞെടുക്കാം. ഇനി നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ മീൻ വറക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരട്ടെ. ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വറുത്തെടുക്കാവേ.
നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. നിങ്ങൾ കണ്ടല്ലോ വലിയ മീനാണ്, അപ്പം നമുക്ക് ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്കിത് വറക്കാനായിട്ട് എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ മീൻ ഇതിലോട്ടൊന്ന് ഇടാവേ. ചെറിയ തീയിൽ വേണേ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട്. നന്നായിട്ട് മൂക്കണ്ട, ഒരു 3/4 ഭാഗം വറവിലെടുത്താൽ മതിയേ. ഇത് പാത്രം ഫുള്ളായിട്ട് ഈ മീൻ കിടക്കുന്നതുകൊണ്ടേ നമുക്ക് എണ്ണ കുറേശ്ശെ ഇങ്ങനെ മേളിലോട്ടൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ ക്യാമറാമാന് പേടിയാണ് കേട്ടോ, ഇങ്ങനെ ഒത്തിരി എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ പുള്ളിക്കാരി അടുത്തോട്ട് വരത്തില്ല. ഒരു മേൽ ദൂരം അറിയുന്നേ എടുക്കത്തുള്ളൂ. ഇത് ഇവിടെ ഇപ്പോഴാണല്ലോ അതെ, നേരത്തെ ഞാൻ മീൻ ഇട്ടപ്പോഴൊക്കെ ഓടിപ്പോകുമായിരുന്നു. നമ്മൾ ചൂടായ പാത്രത്തിലോട്ട് മീനിടുമ്പോൾ ഇച്ചിരി എണ്ണ തെറിക്കത്തില്ലേ. ഇതേ നമുക്കിങ്ങനെ തിളച്ച എണ്ണ കുറേശ്ശെ കോരി ഒഴിച്ച് കൊടുക്കാവേ. പതുക്കെ ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് മൂത്ത് വരട്ടെ. ഒരു വശം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കൊന്ന് മറിച്ചിടാവേ. ഇത് മറിച്ചിടുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ, പൊടിയാതെ ഒന്ന് മറിച്ചിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്നാമത് പാത്രം ചെറുതാണ്, മീൻ വലുതാണ്. എന്തായാലും നോക്കാം നമുക്ക്. നോക്കാം പൊടിയാതെ കിട്ടുമെന്നല്ലേ. ക്യാമറമാൻ ഇച്ചിരി നീങ്ങുന്നു കേട്ടോ. എനിക്ക് ചിലപ്പോൾ ഈ എണ്ണ തെറിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കരച്ചിലും ബഹളമൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി എണ്ണ തെറിക്കുമായിരിക്കും, എന്നാലും ഇത്തിരി നമുക്കിങ്ങനെ കിട്ടിയല്ലോ. നമ്മളേ ഇത് തിരിച്ചിടാൻ നോക്കിയ സമയത്ത് നമ്മുടെ ഇതിൻ്റെ തലയ്ക്കൊരു ചെറിയ ഒടിവ് സംഭവിച്ചു. സാരമില്ല, എന്നാലും ബാക്കിയെല്ലാം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു സ്വല്പം പോയി ഇവിടെ, സാരമില്ലല്ലേ. മുഴുവനായിട്ട് എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അത് നടന്നില്ല. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയ സ്പൂണിനാണ് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തൊന്നും ചേർക്കാവേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ആ ഉള്ളിയും സവോളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ടേ ഒരു 2 കഷ്ണം പട്ട ഇടാവേ. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ കറുകപ്പട്ടയുടെ ഇല അതുകൂടി ഇട്ട് കൊടുക്കുവാണേ. പിന്നെ പെരിഞ്ചീരകം ഇടുവാണേ. ഒരു ഗ്രാമ്പു കൂടി ഇടാം. ഒരു 2 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ. അതിന് ശേഷം നമുക്ക് സവോള കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇടാം. നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാവേ, ഇതൊന്ന് പെട്ടെന്ന് വാടി വരാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു തക്കാളി ഇതിനകത്തോട്ട് ചേർക്കുവാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. വാഴയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടാണ് അടുത്ത പരിപാടി. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ചട്ടിക്കകത്തോട്ടെ ഈ വാഴയില ഒന്ന് വെക്കണേ. ആ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ ഇതിനകത്തൊക്കെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ ഒരു തുള്ളി, ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലായിടത്തേക്കൊന്ന് ആക്കുക. നമുക്കിനി ഇതിനകത്തോട്ടെ ഈ വാഴയില ഒന്ന് വെക്കാവേ.
ഇങ്ങനെ വെച്ചിരിക്കുവാണേ. നോക്കി സവോള വെച്ച് അതിനകത്തേക്ക് ഇടാവേ. തേങ്ങ തിരുമ്മി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഒന്നാം പാലിത്, രണ്ടാം പാലിത്. നമുക്ക് ഈ രണ്ടാം പാൽ ഇതിലോട്ടൊന്ന് ചേർക്കാവേ. നമുക്കിതിനകത്തേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവേ. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുവാണേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ മീനെ എടുത്ത് അതിനകത്തോട്ട് ഇടാവേ. ഇനി അടുത്ത ടാസ്ക് ഈ മീനെ ഒന്ന് എടുത്ത് അതിനകത്തോട്ട് ഇടുക എന്നുള്ളതാണ്. നമ്മളിത് ഈ തേങ്ങാപ്പാലിനകത്തേക്ക് ഈ മീൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ വിചാരിച്ചു ഈ പാത്രത്തിനകത്ത് ഈ മീൻ കൊള്ളുമോന്നേ. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ ആശാനകത്ത് കടന്നിട്ടുണ്ട് കേട്ടോ. ഇതേ ഞാൻ തിളക്കട്ടെ. നമുക്ക് അത്രയും സമയത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. അടച്ച് ഒന്ന് ആവി കയറിയൊന്ന് വെന്ത് വരട്ടെ. ഒന്നാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട്, ഒരു 1/2 സ്പൂൺ വീട്ടിൽ പൊടിച്ചെടുത്ത് മസാലപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കത് ഇളക്കി വെക്കാവേ. ഇനിയിപ്പോൾ അത് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന മീനില്ലേ, അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാവേ. അതിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പ് കൂടെ വേണേ. അപ്പോൾ ഞാനൊരു 1/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുവാണേ. നമ്മുടെ മീൻ രണ്ടാമത്തെ തേങ്ങാപ്പാലിനകത്ത് വഴറ്റിയെടുത്ത സവോളയൊക്കെ ഇല്ലേ, അതിനകത്ത് കിടന്ന് നല്ല വൃത്തിയായിട്ട് വെന്ത് കുറുകുവാണ്. കണ്ടോതേ. നമുക്കിനി ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഒന്നാം പോലെ കൂടെ ചേർക്കാവേ. നമ്മുടെ മീനിൻ്റെ ചാറെല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒന്നാം പാൽ ചേർക്കാം. നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയും പിന്നെ സ്വല്പം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. സ്വല്പം കൂടി ഒരു വലിയ വാഴയില വേണമായിരുന്നു കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഈ വാഴയില ചൂടായിട്ട് ചുരുണ്ട് താഴോട്ട് വരുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കുന്നത്. അപ്പം നമുക്കിനി അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാവേ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഷെഫില്ലേ സുരേഷ് പിള്ള, പുള്ളിക്കാരൻ നിർവ്വാണം കണ്ടുകൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. അദ്ദേഹം ഉണ്ടാകുന്ന അത്ര ഒത്തില്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിതുവരെ നിർവ്വാണം കഴിക്കാത്തതാണ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഈ നിർവ്വാണം സൂപ്പറാണ് കേട്ടോ. ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.